ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൺസ്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് കേരള PSC നടത്തുന്ന ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ നമ്മൾ ഒരു പാർട്ട് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മൊഡ്യൂൾ 1 എന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യുന്ന പാർട്ട് 1 നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. അതിൽ മൊഡ്യൂൾ 2 എന്നുള്ള ക്വസ്റ്റ്യൻസ്, സെക്കൻഡ് മൊഡ്യൂൾ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ കവർ ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് പാർട്ട് 2. ഓക്കെ, അപ്പോൾ ഈ എക്സാം ലാസ്റ്റ് നടന്നത് 2022 ഒക്ടോബറിലാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ എക്സാമിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 754/2021 ആണ്. ഓക്കെ, അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് കവർ ചെയ്യാം. അതിന് മുമ്പേ നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിലുള്ള ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിലെ കണ്ടന്റ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ജസ്റ്റ് അതിൽ വെയിറ്റേജ് എന്ന് പറയുന്നത് സെക്കൻഡ് മൊഡ്യൂളിന് 22 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് PSC സിലബസിൽ ഇട്ടിട്ടുള്ളത്. അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഡയോഡ്, ട്രാൻസിസ്റ്റർ, പവർ ഇലക്ട്രോണിക് കമ്പോണൻസ്, ഈ 3 സെക്ഷൻസ് ആണ്. അപ്പോൾ അതിൽ ഡയോഡിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഡയോഡിലെ PN ജംഗ്ഷൻ മുതൽ PN ജംഗ്ഷൻ ഫോർവേഡ് റിവേഴ്സ് ബയസിങ്, പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കറൻസ്, പിന്നെ പാക്കിംഗ് സ്റ്റൈൽസ്, പിന്നെ ഡയോഡിൻ്റെ അപ്ലിക്കേഷൻ, റെക്ടിഫയർ, ഫിൽറ്റർ, പിന്നെ റിപ്പിൾ ഫാക്ടറും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് നോക്കേണ്ടി വരും. സെനർ ഡയോഡ്, വെറാക്ടർ ഡയോഡ്, അതിൻ്റെ സ്പെസിഫിക്കേഷനും അപ്ലിക്കേഷൻസും. പിന്നെ വരുന്നത് ട്രാൻസിസ്റ്റർ ആണ്. ട്രാൻസിസ്റ്ററിൻ്റെ കൺസ്ട്രക്ഷൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ബയസിങ് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്, പിന്നെ ട്രാൻസിസ്റ്ററിൻ്റെ പവർ റേറ്റിംഗ്, പാക്കേജിങ് സ്റ്റൈൽസ്, ഇതൊക്കെ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ പവർ ഇലക്ട്രോണിക് കമ്പോണൻറ്റിൽ ഫെറ്റും JFET-ഉം പവർ BJT ഒക്കെ, പിന്നെ അതിനുശേഷം ഡയാക്ക്, ട്രയാക്ക്, SCR, UJT ആ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മോസ്ഫെറ്റ്, പവർ മോസ്ഫെറ്റ്, IGBT, ഈ കാര്യങ്ങളൊക്കെയാണ് ആ സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇത് സിലബസ് വേണ്ടവർക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് മാക്സിമം റിവേഴ്സ് വോൾട്ടേജ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ദ ഡയോഡ് വിത്തൗട്ട് ഡിസ്ട്രക്ഷനൈസ്. അതായത് ഒരു ഡയോഡിൽ മാക്സിമം ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ റിവേഴ്സ് ബയസ് വോൾട്ടേജ് എത്രയാണെന്നുള്ളതാണ്. അത് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്നാണ് അതിന് പറയുക, PIV വോൾട്ടേജ് വരെ മാത്രമേ റിവേഴ്സ് ബയസിൽ ഡയോഡിന് അക്രോസ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നെഗറ്റീവ് വോൾട്ടേജ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ഡയോഡ് വിത്തൗട്ട് ഡിസ്ട്രക്ഷൻ. ഓക്കെ, അതിന് നമ്മൾ പറയുന്ന പേരാണ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. അപ്പോൾ ഓപ്ഷൻ A ആണ് ഇവിടെ ആൻസർ. നെക്സ്റ്റ്, ദ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഓഫ് എ ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ ഈസ്. അപ്പോൾ ആക്ച്വലി റെക്ടിഫയേഴ്സ് 3 ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഏതൊക്കെയാണ്? ഹാഫ് വേവ് റെക്ടിഫയർ ഉണ്ട്, പിന്നെ സെൻട്രൽ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയർ ഉണ്ട്, പിന്നെ ബ്രിഡ്ജ് റെക്ടിഫയർ ഉണ്ട്. ഈ ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫുൾ വേവ് റെക്ടിഫയർ ആണ്. ഓക്കെ, അപ്പോൾ ഈ 3 റെക്ടിഫയേഴ്സിനും ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് പിന്നെ റിപ്പിൾ ഫാക്ടർ എത്രയാണ്, പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എത്രയാണ്, എഫിഷ്യൻസി എത്രയാണ്, അങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് വരികയാണെങ്കിൽ ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ കേസിൽ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് VM ആണ്. അതേപോലെ ഫുൾ വേവ് സെൻട്രൽ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയറിൽ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് 2VM ആണ്. ബ്രിഡ്ജ് റെക്ടിഫയർ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് VM ആണ്. അപ്പോൾ നമുക്കറിയാം ഹാഫ് വേവ് റെക്ടിഫയർ ആക്ച്വലി യൂസ് ചെയ്യുന്നത്, ഹാഫ് വേവ് റെക്ടിഫയറിൽ മാക്സിമം റിവേഴ്സ് ബയസ് വോൾട്ടേജ്, ആക്ച്വലി ക്വസ്റ്റ്യൻ ഇത്രേ മീൻ ചെയ്യുന്നുള്ളൂ. ആ ഡയോഡ് ആപ്ലിക്കേഷൻ, റെക്ടിഫയർ ആപ്ലിക്കേഷൻ്റെ അകത്ത് ആ ഡയോഡിന് അക്രോസ് നെഗറ്റീവ് വോൾട്ടേജ് എത്ര വരും, അതാണ് ക്വസ്റ്റ്യനിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹാഫ് വേവ് റെക്ടിഫയർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഹാഫ് വേവ് റെക്ടിഫയറിൽ മാക്സിമം നെഗറ്റീവ് വോൾട്ടേജ് വരെ VM, നമ്മൾ അപ്ലൈ ചെയ്യുന്ന സൈനുസോയിഡൽ സിഗ്നൽ. റെക്ടിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു AC സിഗ്നലിനെ DC ആക്കുന്ന സർക്യൂട്ടിനാണ് നമ്മൾ റെക്ടിഫയർ എന്ന് പറയാം. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സിഗ്നൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു AC സിഗ്നൽ ആയിരിക്കും, ഒരു സൈൻ വേവ് സിഗ്നൽ ആയിരിക്കും. ആ സൈൻ വേവിൻ്റെ മാക്സിമം വോൾട്ടേജ് ആണ് VM എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഹാഫ് വേവ് റെക്ടിഫയർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ സൈൻ വേവിൻ്റെ മാക്സിമം വോൾട്ടേജ് വരെ നെഗറ്റീവ് വോൾട്ടേജ് ആയിട്ട് ഡയോഡിന് അക്രോസ് വരാം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? VM ആയിരിക്കും. ഇനി നമ്മൾ ഫുൾ വേവ് റെക്ടിഫയർ ആണ് നോക്കുന്നതെങ്കിൽ ഫുൾ വേവ് റെക്ടിഫയറിൽ ഡയോഡിന് അക്രോസ് 2VM വരെ വോൾട്ടേജ് നെഗറ്റീവ് ബയസിങ്, റിവേഴ്സ് ബയസിങ് ആയിരിക്കുമ്പോൾ വരാം. അതേപോലെ ബ്രിഡ്ജ് റെക്ടിഫയർ നോക്കുകയാണെങ്കിൽ ബ്രിഡ്ജ് റെക്ടിഫയറിൽ വീണ്ടും VM തന്നെയാണ് നെഗറ്റീവ് വോൾട്ടേജ് ആയിട്ട് മാക്സിമം അതിനെ ക്രോസ് വരുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുൾ ഡയോഡ്സ് സെലക്ട് ചെയ്യുമ്പോൾ, ഈ ഓരോ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഡയോഡ് സെലക്ട് ചെയ്യുമ്പോൾ റിവേഴ്സ് ബയസ് വോൾട്ടേജ് 2VM വരെയുള്ള റിവേഴ്സ് ബയസ് വോൾട്ടേജ് താങ്ങാൻ പറ്റിയ ഡയോഡ്സ് വേണം ഫുൾ വേവ് റെക്ടിഫയറിന് വാങ്ങാൻ. പക്ഷേ ഹാഫ് വേവ് റെക്ടിഫയറിനും ബ്രിഡ്ജ് റെക്ടിഫയറിനും PM വോൾട്ടേജ് വരെ താങ്ങാൻ, റിവേഴ്സ് ബയസ് വോൾട്ടേജ് താങ്ങാൻ കെൽപ്പുള്ള, അല്ലെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് VM
കിട്ടുന്ന രീതിയിലുള്ള ഡയോഡ്സ് ഉപയോഗിച്ചാൽ മതിയാവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ റിപ്പിൾ ഫാക്ടർ ഓഫ് ഹാഫ് വേവ് റെക്ടിഫയർ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ കമ്പയർ ചെയ്ത് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടെന്ന്. അപ്പോൾ ഹാഫ് വേവ് റെക്ടിഫയറിന്റെ റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത് എത്രയാണ്? 1.21 ആണ്. ഓക്കെ, ഇനി ഫുൾ വേവ് റെക്ടിഫയർ നോക്കുകയാണെങ്കിൽ റിപ്പിൾ ഫാക്ടർ എത്രയാണ്? 0.482 ആണ്. ഇതാണ് റിപ്പിൾ ഫാക്ടർ ഫോർ ഫുൾ വേവ് റെക്ടിഫയർ. അത് സെൻട്രൽ ടാപ്ഡ് ആണെങ്കിലും ശരി, ബ്രിഡ്ജ് റെക്ടിഫയർ ആണെങ്കിലും ശരി, ഫുൾ റെക്ടിഫയേഴ്സ് രണ്ടെണ്ണം ഉണ്ട്, സെൻട്രൽ ടാപ്ഡും ഉണ്ട്, ബ്രിഡ്ജും ഉണ്ട്. ഓക്കെ, അപ്പൊ സെൻട്രൽ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയർ ആണെങ്കിലും ബ്രിഡ്ജ് റെക്ടിഫയർ ആണെങ്കിലും രണ്ടിൻ്റെയും റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0.482 ആയിരിക്കും. ഹാഫ് വേവ് റെക്ടിഫയറിന്റെ റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത് 1.21. അതേപോലെ തന്നെ അതിന്റെ കൂടെ കണക്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ എഫിഷ്യൻസി പറയാം. എഫിഷ്യൻസി എന്ന് പറയുന്നത് ഹാഫ് വേവ് റെക്ടിഫയർ ആണെങ്കിൽ ഹാഫ് വേവ് റെക്ടിഫയറിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 40.6 ആണ്. ഓക്കെ, അപ്പൊ ഫുൾ വേവ് റെക്ടിഫയേഴ്സ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ സെൻട്രൽ ടാപ്ഡ് ആണെങ്കിലും ബ്രിഡ്ജ് റെക്ടിഫയർ ആണെങ്കിലും ഫുൾ വേവ് റെക്ടിഫയേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇതിന്റെ നേരെ ഡബിൾ ആവും. ദാറ്റ് ഈസ് 81.2%. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ കൂടെ കണക്ട് ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ റിപ്പിൾ ഫാക്ടറിന്റെ കൂട്ടത്തിൽ എപ്പോഴും കണക്ട് ചെയ്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ്, കാരണം ഇതും ചോദിക്കാറുണ്ട് ഒരുപാട് തവണ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Both NPN and PNP transistors are equally useful in electronic circuits. However, NPN transistors are, നമുക്കറിയാം ട്രാൻസിസ്റ്റേഴ്സിൽ NPN ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്, PNP ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്. അതിന്റെ കൺസ്ട്രക്ഷൻ ബേസ് ചെയ്തിട്ട് നമ്മൾ പറയുന്നതാണ്. NPN ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ലെയർ ഡിവൈസ് ആണ്. അതിൽ NPN എമിറ്ററും കലക്ടറും ബേസും, അതാണല്ലോ ടെർമിനൽസ്. അപ്പോൾ രണ്ട് N ടൈപ്പ് മെറ്റീരിയലിന്റെ ഇടയിൽ ഒരു P ടൈപ്പ് മെറ്റീരിയൽ സാൻഡ്വിച്ച് ചെയ്ത സ്റ്റൈലിലാണ് ട്രാൻസിസ്റ്റർ ഉണ്ടാക്കിയിരുന്നെങ്കിൽ അതിനെ NPN എന്ന് പറയും. ഇനി അങ്ങനെയല്ല, രണ്ട് P ടൈപ്പ് മെറ്റീരിയലിന്റെ ഇടയിൽ ഒരു N ടൈപ്പ് ലെയർ സാൻഡ്വിച്ച് ചെയ്ത രീതിയിലാണെങ്കിൽ അതിനെ PNP ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറയും. അപ്പോൾ ഈ രണ്ട് ട്രാൻസിസ്റ്റേഴ്സിലും NPN ട്രാൻസിസ്റ്റേഴ്സ് ആണ് കോമൺലി യൂസ് ചെയ്യുന്നത്. അതിന്റെ കാരണം, ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഹയർ സ്വിച്ചിങ് സ്പീഡാണ്. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ NPN ട്രാൻസിസ്റ്റേഴ്സിൽ മെജോറിറ്റി കാരിയേഴ്സ് ആയിട്ട് വരുന്നത് ഇലക്ട്രോൺസ് ആണ്. നമുക്കറിയാം ഇലക്ട്രോൺസും ഹോൾസും ആണ് കാരിയേഴ്സ് എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററിൽ. അപ്പോൾ അതിൽ NPN ട്രാൻസിസ്റ്ററിൽ മെജോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസും PNP ട്രാൻസിസ്റ്ററിൽ മെജോറിറ്റി കാരിയേഴ്സ് ഹോൾസും ആണ്. കാരണം NPNലെ എമിറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന Nലാണ്. അപ്പോൾ ഇലക്ട്രോൺസ് ആണ് അവിടുന്ന് എന്ത് വരിക? സോഴ്സ് ആയിട്ട് വരിക. അപ്പോൾ NPN ട്രാൻസിസ്റ്ററിൽ മെജോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആയതുകൊണ്ട് ഇലക്ട്രോൺസിന്റെ മൊബിലിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഇലക്ട്രോൺ മൊബിലിറ്റി ഹോൾ മൊബിലിറ്റിനെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ NPN ട്രാൻസിസ്റ്റേഴ്സിന് കൂടുതൽ സ്വിച്ചിങ് സ്പീഡ് ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് NPNും PNPയും കമ്പയർ ചെയ്യുകയാണെങ്കിൽ NPN ട്രാൻസിസ്റ്റേഴ്സ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് എന്താ? ഹയർ സ്വിച്ചിങ് സ്പീഡാണ്. ഓക്കെ, നെക്സ്റ്റ്. The forward voltage across the base emitter junction of a transistor is referred to as. അപ്പോൾ ട്രാൻസിസ്റ്ററിന്റെ വോൾട്ടേജിനെ പറ്റിയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു ട്രാൻസിസ്റ്റർ ഉണ്ടെങ്കിൽ നമുക്കറിയാം അതിന് 3 ടെർമിനൽസ് ആണുള്ളത്. അതിൽ 3 ടെർമിനൽസ് എന്ന് പറയുന്നത് ഒന്ന് കലക്ടർ, രണ്ടാമത്തത് ബേസ്, മൂന്നാമത്തത് എമിറ്റർ. അപ്പോൾ ആക്ച്വലി ഈ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് എന്ത് ട്രാൻസിസ്റ്റർ ആണ്? ദിസ് ഈസ് NPN ട്രാൻസിസ്റ്റർ. NPN ട്രാൻസിസ്റ്ററിലാണ് ബേസ് എന്ന എമിറ്ററിലേക്ക് ആരോ ഉണ്ടാവുക. ഇനി നമ്മൾ PNP ട്രാൻസിസ്റ്റർ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ടെർമിനൽസ് ഒക്കെ സെയിം തന്നെയാണ്, പക്ഷേ അതിൻ്റെ കറണ്ട് ഡയറക്ഷനിൽ മാത്രം ചെറിയ വ്യത്യാസം ഉണ്ടാവും. സോ ദിസ് ഈസ് PNP ട്രാൻസിസ്റ്റർ. ദിസ് ഈസ് കളക്ടർ ടെർമിനൽ, ദിസ് ഈസ് ബേസ് ടെർമിനൽ, ദിസ് ഈസ് എമിറ്റർ ടെർമിനൽ. ഓക്കെ, ഇതിൽ അവർ ചോദിച്ചിരിക്കുന്നത് ദ ഫോർവേഡ് വോൾട്ടേജ് അക്രോസ് ബേസ് എമിറ്റർ ജംഗ്ഷൻ. ബേസ് എമിറ്റർ ജംഗ്ഷൻ എന്ന് പറയുന്നത് ഇതാണ് ബേസ്, ഇതാണ് എമിറ്റർ. അപ്പോൾ ആക്ച്വലി ഇതിനെ ഫോർവേഡ് ബയസ് ചെയ്യിക്കണമെങ്കിൽ ഈ രണ്ട് സ്ഥലത്തും അപ്ലൈ ചെയ്യേണ്ട വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താ? ബേസ് എമിറ്റർ വോൾട്ടേജ് ആണ്. പക്ഷേ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേസ് എമിറ്റർ വോൾട്ടേജിന് പകരമുള്ളത് VEB എന്നാണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല, ആൻസർ ആയിട്ട് ഇത് തന്നെ വരുള്ളൂ. കാരണം VCC എന്ന് പറയുന്നത് നമ്മൾ സപ്ലൈ ആയിട്ട് കൊടുക്കുന്ന വോൾട്ടേജ്, അതായത് കളക്ടറിനും ഗ്രൗണ്ടിനും ഇടയിൽ കൊടുക്കുന്ന വോൾട്ടേജ് ആണ് VCC. അപ്പോൾ ഇതെന്തായാലും ആൻസർ ആയിരിക്കില്ല. നെക്സ്റ്റ് VCB എന്ന് പറയുന്നത് കളക്ടറിനും ബേസിനും അക്രോസ് കൊടുക്കുന്ന വോൾട്ടേജാണ്, അതുകൊണ്ട് ഇതും ആൻസർ ആയിരിക്കില്ല. VCE എന്ന് പറയുന്നത് കളക്ടറിനും എമിറ്ററിനും അക്രോസ് കൊടുക്കുന്ന വോൾട്ടേജ്, അതുകൊണ്ട് അതും ആൻസർ അല്ല. അപ്പോൾ എമിറ്ററിനും ബേസിനും ഇടയിൽ കൊടുക്കുന്ന വോൾട്ടേജ് ആക്ച്വലി VBE എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുക, ബേസ് എമിറ്റർ വോൾട്ടേജ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ ചോദിച്ചിരിക്കുന്ന ഫോർവേഡ് വോൾട്ടേജ് ആണ്. അപ്പോൾ ഇവിടെ ഒന്ന് നോക്കിയേ, ഫോർവേഡ് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VBE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ ഉദ്ദേശിക്കുന്നത് ബേസ് പോസിറ്റീവും എമിറ്റർ നെഗറ്റീവും ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ ബേസ് പോസിറ്റീവും എമിറ്റർ നെഗറ്റീവും ആണ് കൊടുക്കുന്നതെങ്കിൽ NPN ട്രാൻസിസ്റ്റർ ഓൺ ആവും, ഇത് ഫോർവേഡ് ബയസ് ആവും. പക്ഷേ PNP ട്രാൻസിസ്റ്റർ നോക്കി ബേസ് പോസിറ്റീവും എമിറ്റർ നെഗറ്റീവും കൊടുത്തു കഴിഞ്ഞാൽ ഈ ജംഗ്ഷൻ ഓൺ ആവില്ല, ഫോർവേഡ് ബയസ് ആവില്ല. അപ്പോൾ ഇതിൻ്റെ വോൾട്ടേജിന് നമ്മൾ VEB എന്ന് വെച്ചിട്ടാണ് ഫോർവേഡ് വോൾട്ടേജിനെ റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ ക്വസ്റ്റ്യൻ ഉദ്ദേശിച്ചത് മിക്കവാറും PNP ട്രാൻസിസ്റ്റർ ആയിരിക്കും. കാരണം ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഇവിടെ ഒരു PN ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ ഒന്നുകിൽ ഒരു ലെറ്റർ മിസ് ചെയ്താവാനാണ് സാധ്യത. ഓക്കെ, അത് PNP ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്തത്. അതുകൊണ്ടാണ് VBE കൊടുത്തിട്ടുള്ള VEB ആണ് ആൻസറിലുള്ളത്. അപ്പോൾ എന്തായാലും VBയും VEB ഇല്ലാത്തതുകൊണ്ട് അവിടെ കൺഫ്യൂഷൻ ഇല്ല. സോ ദ ആൻസർ ഈസ് VEB. നെക്സ്റ്റ്, the maximum permissible collector current IC max of transistor BC548. അപ്പോൾ ട്രാൻസിസ്റ്ററിന്റെ സ്പെസിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. അത് നമ്മൾ ഓൾറെഡി സിലബസിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചില കോമൺലി യൂസ് ചെയ്യുന്ന ട്രാൻസിസ്റ്റേഴ്സിന്റെ കറണ്ട് റേറ്റിംഗ്സ് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും, കാരണം അതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് BC548 ആണ്. BC548 എന്ന് പറയുന്നത് ഒരു NPN ട്രാൻസിസ്റ്റർ ആണ്. അതിന്റെ മാക്സിമം പെർമിസിബിൾ കളക്ടർ കറണ്ട് എന്ന് പറയുന്നത് 500 മില്ലി ആംപിയർ ആണ്. എൻ്റെ ഡാറ്റാ ഷീറ്റിലുള്ളത് 500 മില്ലി ആംപിയർ ആണ്. പക്ഷെ ഓപ്ഷൻസിലൊന്നും അതില്ല. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ഏറ്റവും ക്ലോസസ്റ്റ് ഓപ്ഷൻ ആയിട്ട് 200 മില്ലി ആംപിയർ എന്ന് എടുക്കാം. പക്ഷെ എന്നാലും കറക്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 500 മില്ലി ആംപിയർ ആണ്. അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ കേസ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, ദ ഫേസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വേവ് ഫോംസ് ഇൻ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ഈസ്. അപ്പോൾ കോമൺ എമിറ്റർ നമുക്കറിയാം 3 കോൺഫിഗറേഷൻസ് ആണുള്ളത്. ഏതൊക്കെയാണ്? കോമൺ എമിറ്റർ ഉണ്ട്, കോമൺ ബേസ് ഉണ്ട് ആൻഡ് കോമൺ കളക്ടർ. അങ്ങനെ 3 കോൺഫിഗറേഷൻ ആണ് ട്രാൻസിസ്റ്റേഴ്സിലുള്ളത്. അപ്പോൾ ഈ 3 കോൺഫിഗറേഷൻ്റെയും കണക്ഷൻസ്, 3 കോൺഫിഗറേഷൻ്റെയും അപ്ലിക്കേഷൻസ്, 3 കോൺഫിഗറേഷൻ്റെയും കമ്പാരിസൺസ് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ കോൺഫിഗറേഷനിൽ ഏതിനാണ് ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ എന്തുള്ളത്? ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എന്തായിരിക്കും എന്നാണ്. കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അതിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, മറ്റേത് രണ്ടിലും അങ്ങനെയല്ല. കോമൺ ബേസിലും സെയിം ആയിരിക്കും, കോമൺ കളക്ടറിലും സെയിം ആയിരിക്കും. പക്ഷെ കോമൺ എമിറ്ററിൽ നമ്മുടെ ഇൻപുട്ടും ഔട്ട്പുട്ടും വേവ് ഫോമും തമ്മിൽ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവും. സോ ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. അപ്പോൾ നമ്മൾ ഒരു ഇൻപുട്ട് നമ്മൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. സോ ദാറ്റ് ഈസ് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റഡ് ഔട്ട്പുട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the meaning of first letter indicated in the transistor code number BC107? അപ്പോൾ ട്രാൻസിസ്റ്റർ പാക്കേജിംഗ് സ്പെസിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഇതിൽ ആക്ച്വലി ട്രാൻസിസ്റ്ററിന്റെ നമ്പറിംഗ് സ്റ്റൈലാണ്. ഓക്കെ, അപ്പോൾ ട്രാൻസിസ്റ്ററിന്റെ നമ്പറിംഗ് സ്റ്റൈലിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ട്രേഡ്സ്മാൻ ലെവൽ എക്സാംസിന് ചോദിക്കാറുണ്ട്. അപ്പോൾ BC107 ഈ നമ്പറിംഗ് സ്റ്റൈലിൽ ഇത് ശരിക്കും പ്രോ ഇലക്ട്രോൺ നമ്പറിംഗ് സ്റ്റൈലാണ്. യൂറോപ്യൻ സ്റ്റാൻഡേർഡിലാണ് നമ്പർ ചെയ്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഫസ്റ്റ് ലെറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഫസ്റ്റ് ലെറ്റർ ഇൻഡിക്കേറ്റ്സ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ യൂസ്ഡ് ഫോർ ഫാബ്രിക്കേഷൻ. ഓക്കെ, അതിൽ കോഡ്സ് യൂഷ്വലി വരിക എ എന്ന് പറയുന്ന കോഡാണ് വരുന്നതെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ജെർമേനിയം മെറ്റീരിയൽ ഈസ് യൂസ്ഡ്. ബി ആണെങ്കിൽ ഇൻഡിക്കേറ്റ്സ് സിലിക്കൺ മെറ്റീരിയൽ ഈസ് യൂസ്ഡ്. സി ആണെങ്കിൽ ഗാലിയം ആർസനൈഡ് മെറ്റീരിയൽ ഈസ് യൂസ്ഡ്. ഇനി ആർ ആണെങ്കിൽ ഏതോ ഒരു കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ് ആയിരിക്കും യൂസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഫസ്റ്റ് ലെറ്ററിന്റെ ഇൻഡിക്കേഷൻസ്. സെക്കൻഡ് ലെറ്റർ എന്ന് പറയുന്നത് അതിന്റെ അപ്ലിക്കേഷനാണ്. സെക്കൻഡ് ലെറ്റർ ഇൻഡിക്കേറ്റ്സ് അപ്ലിക്കേഷൻ, ഏത് ലെവൽ അപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ യൂഷ്വലി സി ഉണ്ട്, എഫ് ഉണ്ട്. ഇത് രണ്ടുമാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്ത് വരുന്ന ട്രാൻസിസ്റ്റർ. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ പവർ ലോ ഫ്രീക്വൻസി അപ്ലിക്കേഷൻ ആണ്. എഫ് എന്ന് പറയുന്നത് ലോ പവർ ഹൈ ഫ്രീക്വൻസി അപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ BC107 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? ഫസ്റ്റ് ലെറ്റർ ബി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? സിലിക്കൺ മെറ്റീരിയൽ ഈസ് യൂസ്ഡ്. ഓക്കെ, ഓപ്ഷൻ എ ഈസ് ദ ആൻസർ. Next, the most widely used type of biasing in linear
ട്രാൻസിസ്റ്റർ സർക്യൂട്ട്സ്. അപ്പോൾ ഒരു ട്രാൻസിസ്റ്റർ സർക്യൂട്ടിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ബയസിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു ട്രാൻസിസ്റ്ററിനെ അതിൻ്റെ നേരായ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യിക്കണമെങ്കിൽ, അതായത് നമുക്കറിയാം ട്രാൻസിസ്റ്ററിന് ഡിഫറെൻറ്റ് റേഞ്ചസ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട്, ഡിഫറെൻറ്റ് റീജിയൻസ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. ആക്റ്റീവ് റീജിയൻ, സാച്ചുറേഷൻ റീജിയൻ, കട്ട് ഓഫ് റീജിയൻ, അങ്ങനെ പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് റീജിയൻസ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. അപ്പോൾ ഓരോ ആപ്ലിക്കേഷനും ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യേണ്ടത് ഓരോ റീജിയൻസിലാണ്. ഇപ്പം ആംപ്ലിഫയർ ആയിട്ടാണ് ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുന്നതെങ്കിൽ ട്രാൻസിസ്റ്ററിനെ നമ്മൾ ആക്റ്റീവ് റീജിയനിലാണ് വർക്ക് ചെയ്യിപ്പിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നമുക്ക് സ്വിച്ച് ആയിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ സാച്ചുറേഷൻ റീജിയനിലും കട്ട് ഓഫ് റീജിയനിലുമാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഏത് റീജിയനിൽ ട്രാൻസിസ്റ്ററിനെ ഓപ്പറേറ്റ് ചെയ്യിക്കണം എന്നത് തീരുമാനിക്കുന്നത് ട്രാൻസിസ്റ്ററിന് അക്രോസ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ബയസിംഗ് സർക്യൂട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബയസിംഗ് അപ്ലൈ ചെയ്യുന്നത്. കൂടാതെ ട്രാൻസിസ്റ്ററിന് സ്റ്റെബിലിറ്റി അഷ്വർ ചെയ്യണം. അതായത് അതിൻ്റെ ഏത് റീജിയനിലാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് തീരുമാനിക്കുന്നത്, അതിന് ട്രാൻസിസ്റ്ററിൻ്റെ ഭാഷയിൽ നമ്മൾ പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഓപ്പറേറ്റിംഗ് പോയിന്റ് ഉണ്ട്, ക്യൂ പോയിന്റ്. ആ ക്യൂ പോയിന്റിനെ നമ്മളൊരു പർട്ടിക്കുലർ റീജിയണിൽ ഫിക്സ് ചെയ്ത് വെക്കണം. ആ ഫിക്സ് ചെയ്ത് വെച്ച ക്യൂ പോയിന്റ് ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ റീജിയൻസിലേക്ക് മാറാനും പാടില്ല. അപ്പോൾ ഇതൊക്കെ അഷ്വർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് എന്ത്, ബയസിംഗ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. അതിൽ കുറേ ബയസിംഗ് മെത്തേഡ്സ് ഉണ്ട്. ഫിക്സഡ് ബയസിംഗ് ഉണ്ട്, ബേസ് ബയസ് ഉണ്ട്, എമിറ്റർ ബയസ് ഉണ്ട്, എമിറ്റർ ഫീഡ്ബാക്ക് ബയസ് ഉണ്ട്, വോൾട്ടേജ് ഡിവൈഡർ ബയസ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ടൈപ്പ് ബയസിംഗ് മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബയസിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് വോൾട്ടേജ് ഡിവൈഡർ ബയസിംഗ് ആണ്. വോൾട്ടേജ് ഡിവൈഡർ ബയസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ആ സർക്യൂട്ട് ഞാൻ വരയ്ക്കാം. അപ്പോൾ ഏറ്റവും സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ബയസിംഗ് മെത്തേഡാണ് എന്ത്, വോൾട്ടേജ് ഡിവൈഡർ ബയസിംഗ്. ഈ വോൾട്ടേജ് ഡിവൈഡർ ബയസിങ്ങിന് തന്നെ നമ്മൾ വേറൊരു പേര് പറയും, ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയസിംഗ്. വോൾട്ടേജ് ഡിവൈഡർ ബയസിംഗിന് തന്നെ നമ്മൾ പറയുന്ന വേറൊരു പേരാണ് എന്ത്, പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയസ്. സോ ഇവിടെ നമ്മൾ VCC അപ്ലൈ ചെയ്യും. ദിസ് ഈസ് ഗ്രൗണ്ട് ടെർമിനൽ, this is collector resistance, emitter resistor R1 and R2. അപ്പോൾ ഈ ബയസിംഗിൽ പ്രോപ്പർ DC വോൾട്ടേജ് ട്രാൻസിസ്റ്ററിന് അക്രോസ് എത്തിക്കുക എന്നുള്ളതാണ് ബയസിംഗിന്റെ അർത്ഥം. അതായത് ആദ്യം ട്രാൻസിസ്റ്റർ നമുക്കറിയാം മെയിൻ ആയിട്ട് ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുന്ന ആംപ്ലിഫിക്കേഷൻ ആണ്. ആംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു AC സിഗ്നൽ ട്രാൻസിസ്റ്ററിന് അക്രോസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം, അതിന്റെ ആംപ്ലിഫൈഡ് വേർഷൻസ് നമുക്ക് അതിന്റെ ഔട്ട്പുട്ടിൽ കിട്ടണം. അപ്പോൾ ഒരു AC സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റ് ചെയ്യണം. അതിന് മുമ്പായിട്ട് നമ്മൾ ട്രാൻസിസ്റ്ററിനെ ഒരു പർട്ടിക്കുലർ റീജിയണിലേക്ക് സെറ്റ് ചെയ്യിക്കണം. അതിനുവേണ്ടി നമ്മൾ DC വോൾട്ടേജ് ഉപയോഗിച്ചിട്ട് ട്രാൻസിസ്റ്ററിന്റെ റീജിയൺ ഓഫ് ഓപ്പറേഷൻ സെറ്റ് ചെയ്യും, ക്യൂ പോയിന്റ് സെറ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഈ ബയസിംഗ് നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത്. ഇത് സെറ്റായിട്ട് മാത്രമേ നമ്മൾ ഇൻപുട്ട് കൊടുക്കാവൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ രണ്ട് റെസിസ്റ്റേഴ്സ് വെച്ചിട്ട് R1 R2 എന്ന് പറയുന്ന രണ്ട് റെസിസ്റ്റേഴ്സ് വെച്ചിട്ട് പ്രോപ്പർ VCCയിലുള്ള കറണ്ടിനെ പ്രോപ്പർ ബേസ് കറണ്ട് ആക്കി മാറ്റുന്ന ടെക്നിക്കാണ് വോൾട്ടേജ് ഡിവൈഡർ ബയസിംഗിൽ നടക്കുന്നത്. അപ്പോൾ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന, ഏറ്റവും വൈഡ്ലി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബയസിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് വോൾട്ടേജ് ഡിവൈഡർ ബയസിംഗ് ആണ്. നെക്സ്റ്റ്, ഓൾ റേഡിയോസ്, tape recorders and televisions invariably use negative feedback in circuits for a function. എന്തിനാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് യൂസ് ചെയ്യുന്നത്? അപ്പോൾ ആക്ച്വലി ഏത് ആപ്ലിക്കേഷൻ ആണെങ്കിലും നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സാധാരണ ഒരു സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആ സിസ്റ്റത്തിലേക്ക് നമ്മളൊരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. ഇപ്പോൾ ഒരു ആംപ്ലിഫയർ സിസ്റ്റം ആണെങ്കിൽ, ആംപ്ലിഫയർ സിസ്റ്റം ആണെങ്കിൽ നമ്മൾ ഇവിടെ ഇയാളെ ഗെയിൻ എന്ന് പറയും. V0 = ഇൻപുട്ട് ഇൻറ്റു ഗെയിൻ. ഇങ്ങനെയാണ് സാധാരണ ഒരു ഓപ്പൺ ലൂപ്പ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അതിന് ഫീഡ്ബാക്ക് ഒന്നുമില്ല. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നെഗറ്റീവ് ഫീഡ്ബാക്ക് യൂസ് ചെയ്യുന്നു. നെഗറ്റീവ് ഫീഡ്ബാക്ക് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഔട്ട്പുട്ടിൻ്റെ ഒരു പോർഷൻ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇൻപുട്ടിലേക്ക് ആഡ് ചെയ്യും. ഇൻപുട്ടിലേക്ക് ആഡ് ചെയ്യാം, നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം, രണ്ടും ചെയ്യാം. അപ്പോൾ നേരത്തെ നമ്മൾ ഇൻപുട്ട് പ്ലെയിൻ ആയിട്ട് കൊടുത്തിരുന്നതാണ്. ഇപ്പം ഇൻപുട്ടിൻ്റെ കൂടെ എന്ത് വരും, ഔട്ട്പുട്ടിൻ്റെ ഒരു പോർഷൻ കൂടെ വരും. അത് നമുക്ക് ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം. ഔട്ട്പുട്ടിൻ്റെ പോർഷൻ ഇൻപുട്ടിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ അത് പോസിറ്റീവ് ഫീഡ്ബാക്ക്. ഔട്ട്പുട്ടിൻ്റെ പോർഷൻ ഇൻപുട്ടിലേക്ക് സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. അപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ മൊത്തം സിസ്റ്റത്തിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുക ഓൾറെഡി ഉണ്ടായിരുന്ന ഗെയിൻ ഡിവൈഡഡ് ബൈ, ഇങ്ങനെയാണ് കിട്ടുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഗെയിനിനെ ഇത് മാറ്റും.
ഓക്കെ, അപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ഗെയിൻ കൺട്രോൾ ആണ്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗെയിൻ എത്രയാണോ ആ ഗെയിൻ എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. ഗെയിനിൽ നമുക്ക് യാതൊരു കൺട്രോളും ഉണ്ടാവില്ല. പക്ഷേ നെഗറ്റീവ് ഫീഡ്ബാക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഗെയിനെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും. ചില ആപ്ലിക്കേഷൻസിൽ ഗെയിനെ കുറയ്ക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വരും, ഗെയിനെ സ്റ്റെബിലൈസ് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യം വരും. അപ്പം ഗെയിൻ സ്റ്റെബിലൈസേഷന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് കൂടുതൽ സ്റ്റേബിൾ ആണെന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഹൗ ദ മാക്സിമം പെർമിസിബിൾ കളക്ടർ ബേസ് വോൾട്ടേജ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് അക്രോസ് എ കളക്ടർ ബേസ്. വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. കാരണം കളക്ടർ ബേസിന് അക്രോസ് അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിന് നമ്മൾ VCB എന്നാണ് പറയുക. അതിന്റെ മാക്സിമം വോൾട്ടേജ് എന്തായിരിക്കും? VCB മാക്സ്. സോ ഓപ്ഷൻ എ. ബാക്കിയൊക്കെ നോക്ക്. VCE മാക്സ് കളക്ടർ എമിറ്ററിന് അക്രോസ് ഉള്ള മാക്സിമം വോൾട്ടേജ്. VEB മാക്സ് എമിറ്റർ ബേസിന് അക്രോസ് ഉള്ള മാക്സിമം വോൾട്ടേജ്. VCC മാക്സ് VCC നമ്മൾ അപ്ലൈ ചെയ്യുന്ന DC സപ്ലൈ ആദ്യം കണ്ടില്ലേ പൊട്ടൻഷ്യൽ ഡിവൈഡറിൽ ആ സപ്ലൈ വോൾട്ടേജിന്റെ മാക്സിമം. അപ്പോൾ ഇവിടെ ചോദിച്ചത് കളക്ടർ ബേസ് വോൾട്ടേജിന്റെ മാക്സിമം, ദാറ്റ് ഈസ് VCB മാക്സ്. Next, which type of package is used in transistor utilized for medium and power applications? അപ്പോൾ ട്രാൻസിസ്റ്ററിന്റെ ഡിഫറെന്റ് പാക്കേജിംഗ് ആണ്. പ്ലാസ്റ്റിക് പാക്കേജ്, മെറ്റൽ പാക്കേജ്, സെറാമിക് പാക്കേജ്, പ്ലാസ്റ്റിക് പാക്കേജ് വിത്ത് ഹീറ്റ് സിങ്സ്. അതിൽ ട്രാൻസിസ്റ്റർ നമ്മൾ പവർ ആംപ്ലിഫിക്കേഷനിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെറ്റൽ പാക്കേജിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മെറ്റൽ പാക്കേജിങ്ങിൽ ഉള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റൽ പാക്കേജിങ് നല്ല തെർമൽ കണ്ടക്ടിവിറ്റി ഓഫർ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചൂടാവുകയാണെങ്കിലും ഈ പാക്കേജിങ് തെർമൽ കണ്ടക്ടിവിറ്റി ഓഫർ ചെയ്യുന്ന കാരണം ആ ചൂട് മുഴുവൻ എങ്ങോട്ടേക്ക് പോകും? പുറത്തേക്ക് ഡിസിപ്പേറ്റ് ചെയ്ത് പോകും. കാരണം ആ ടെമ്പറേച്ചർ ആ ഡിവൈസിനെ എന്താക്കില്ല, ഡിസ്ട്രക്ട് ചെയ്യില്ല. ആ ടെമ്പറേച്ചർ ഡിസിപ്പേറ്റ് ചെയ്ത് പോകും. കാരണം അതിൻ്റെ ബോഡി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് മെറ്റലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റി അഷ്യൂർ ചെയ്യുന്ന പാക്കേജാണ് മെറ്റൽ പാക്കേജിങ്. അതുകൊണ്ട് തന്നെ നമ്മൾ പവർ ആംപ്ലിഫിക്കേഷനിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെറ്റൽ പാക്കേജിംഗ് ആണ് യൂസ് ചെയ്യുക. അതായത് ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷന് മെറ്റൽ പാക്കേജിംഗ് ആണ് യൂസ് ചെയ്യുക. ഇനി കൂടുതൽ ഹൈ പവർ ആപ്ലിക്കേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ എക്സ്ട്രീം തെർമൽ കണ്ടക്ടിവിറ്റി, അതായത് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള തെർമൽ കണ്ടക്ടിവിറ്റി അഷ്യൂർ ചെയ്യുന്ന പാക്കേജാണ് സെറാമിക് പാക്കേജ്. സെറാമിക് പാക്കേജാണ് നമ്മൾ വളരെ ഹൈ പവർ ആയിട്ടുള്ള ആപ്ലിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. പ്ലാസ്റ്റിക് പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ സർക്യൂട്ടിൽ കൺസ്യൂമർ ഇലക്ട്രോണിക്സിലൊക്കെ യൂസ് ചെയ്യുന്ന പാക്കേജിംഗ് ആണ് പ്ലാസ്റ്റിക് പാക്കേജ്. പ്ലാസ്റ്റിക് പാക്കേജ് വിത്ത് ഹീറ്റ് സിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചില ട്രാൻസിസ്റ്റേഴ്സ് ലാബിലൊക്കെ യൂസ് ചെയ്യുന്ന ട്രാൻസിസ്റ്റേഴ്സ് കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ ഹീറ്റ് സിങ്ക് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതൊക്കെ വളരെ ചെറിയ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പാക്കേജിംഗ് ടൈപ്പാണ് പ്ലാസ്റ്റിക് പാക്കേജ്. നെക്സ്റ്റ്, വിച്ച് കോഡിംഗ് സിസ്റ്റം ഫോർ ട്രാൻസിസ്റ്റർ ടൈപ്പ് നമ്പറിംഗ് സിസ്റ്റം ഈസ് ഫോളോഡ് ബൈ യൂറോപ്യൻ സ്റ്റാൻഡേർഡ്? യൂറോപ്യൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് പ്രോ ഇലക്ട്രോൺ നമ്പറിംഗ് സിസ്റ്റമാണ്. പ്രോ ഇലക്ട്രോൺ നമ്പറിംഗ് സിസ്റ്റത്തിനെ തന്നെ നമ്മൾ EECA എന്ന് പറയും. അതായത് യൂറോപ്യൻ ഇലക്ട്രോണിക് കമ്പോണന്റ് മാനുഫാക്ചറിംഗ് അസോസിയേഷൻ. ഓക്കെ, ഇതാണ് EECA. EECA വിളിക്കുന്ന വേറൊരു പേരാണ് പ്രോ ഇലക്ട്രോൺ. ഈ പ്രോ ഇലക്ട്രോൺ സ്റ്റാൻഡേർഡിലാണ് നമ്മൾ BC 107 ഒക്കെ നമ്മൾ പറഞ്ഞത് അതിൻ്റെ നമ്പറിംഗ് സിസ്റ്റം. അതായത് ഫസ്റ്റ് ലെറ്റർ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ, സെക്കൻഡ് ലെറ്റർ ആപ്ലിക്കേഷൻ, അത് സ്പെസിഫൈ ചെയ്ത് പറയുന്നത് യൂറോപ്യൻ ഇലക്ട്രോണിക് കോമ്പോണന്റ് മാനുഫാക്ചറിംഗ് അസോസിയേഷൻ ആണ്. അപ്പോൾ യൂറോപ്യൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് പ്രോ ഇലക്ട്രോൺ സ്റ്റാൻഡേർഡ് ആണ്. പിന്നെയുള്ള സ്റ്റാൻഡേർഡ് JIS സ്റ്റാൻഡേർഡ്. JIS സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ജപ്പാൻ ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ് ആണ്. ജപ്പാൻ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആണ് JIS. അതിൽ നമ്പറിംഗ് ആണ്, നമ്പറിംഗ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ JEDEC സ്റ്റാൻഡേർഡ്. JEDEC എന്ന് പറയുന്നത് ആക്ച്വലി ജോയിന്റ് ഇലക്ട്രോൺ ഡിവൈസ് എഞ്ചിനീയറിംഗ് കൗൺസിൽ. ജോയിന്റ് ഇലക്ട്രോൺ ഡിവൈസ് എഞ്ചിനീയറിംഗ് കൗൺസിൽ. ഇത് USA ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ, അപ്പോൾ ഹോമോ കോഡ് എന്ന് പറയുന്നതാണ് പിന്നെ ഓപ്ഷനുള്ള. ഹോം കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ചെറിയ ചെറിയ മാനുഫാക്ചറേഴ്സ് ഉണ്ടാവും. അവർ യൂസ് ചെയ്യുന്ന ഇൻഡിവിജ്വൽ കോഡിംഗ് ആണ്. അതൊരു യൂണിവേഴ്സൽ കോഡിംഗ് ഒന്നുമല്ല. അവർക്ക് തോന്നിയ പോലെ അവർ നെയിം ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അതിൽ യൂറോപ്യൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് പ്രോ ഇലക്ട്രോൺ സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, ദ ടൈപ്പ് code printed on Zener diode is BZC9B1. The letter C indicates Zener diode ഒരു കോഡിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത്
സി എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്? അപ്പോൾ ഇതിൽ ശരി ബി എന്താണ്? BZC9V1. അതിൽ ബി എന്ന് പറയുന്ന ഫസ്റ്റ് ലെറ്റർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടൈപ്പ് ഓഫ് കമ്പോണന്റ് ആണ്. നമുക്കറിയാം ഇത് ബി എന്ന് പറയുന്നത് എന്തിനുള്ളതാ? ബി എന്ന് പറയുന്നത് സിലിക്കൺ മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിരുന്നത്. ഓക്കെ. പിന്നെ സെഡ് എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സെനർ ഡയോഡ് ആണ്. ഇത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് സെഡ്. സി എന്ന് പറയുന്നത് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് ടോളറൻസ് ആണ്. ടോളറൻസ്. പിന്നെ 9V1 എന്ന് പറഞ്ഞാൽ 9.1 ആണ് സെനർ ഡയോഡിന്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെനറിന്റെ റേറ്റിംഗ് കംപ്ലീറ്റ് അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ BZC 9V1 എന്ന് പറയുന്നതിൽ സി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? 5% ടോളറൻസ്. ഓക്കെ. നെക്സ്റ്റ്, JFET is commonly used as input amplifiers in voltmeter, oscilloscope and other measuring devices due to. എന്തുകൊണ്ടാണ് JFET ആംപ്ലിഫയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്? ഒരു ആംപ്ലിഫയറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിന് ഇൻപുട്ട് ഇമ്പിഡൻസ് ഹൈ ആയിരിക്കുക, ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ലോ ആയിരിക്കുക എന്നാണ്. അതായത് നമ്മളെ ഇൻപുട്ടിൽ നമ്മൾ ക്യാപ്ചർ ചെയ്യുന്ന സംഭവം അതേപടി ക്യാപ്ചർ ചെയ്യുക. ഏത് ഇൻപുട്ട് ഇപ്പോൾ ചെറുതായിട്ട് നമുക്കറിയാം, ആംപ്ലിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ടിൽ നമ്മൾ കുറച്ച് കൊടുക്കും, ഔട്ട്പുട്ടിൽ നമുക്ക് മാക്സിമം കിട്ടണം. അപ്പോൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന ചെറിയ സിഗ്നലിനെ വരെ ക്യാപ്ചർ ചെയ്യാൻ എന്ത് പ്രാപ്തരായിരിക്കണം? ആംപ്ലിഫയേഴ്സ് കേപ്പബിൾ ആയിരിക്കണം. അപ്പോൾ ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കണം. അതേപോലെ ഇത് ആംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ ആ കിട്ടിയ ആംപ്ലിഫൈഡ് സിഗ്നലിന് അതേപടി ഔട്ട്പുട്ടിലേക്ക് കൊടുക്കാൻ പറ്റണം. ഔട്ട്പുട്ട് ഒരിക്കലും ലോസ് ആവാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ലോ ആയിരിക്കണം. അപ്പോൾ ഇവിടുത്തെ കേസിൽ ആംപ്ലിഫയേഴ്സിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ആണ്. സോ ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ പാക്കേജ് ടൈപ്പ് ഫോർ JFET BFW10? അപ്പോൾ ഓരോ പാക്കേജിങ് ടൈപ്പാണ്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് എന്താ പറയുക, പാക്കേജിങ് ടൈപ്സ് ഒക്കെ നമ്മൾ വായിച്ച് തന്നെ പഠിക്കണം ഓരോന്നും. എല്ലാത്തിൻ്റെ എല്ലാ ഫെമിലിയർ ആയിട്ടുള്ള ട്രാൻസിസ്റ്റേഴ്സിൻ്റെ പാക്കേജിങ് ടൈപ്പ്. അതിൽ 2 ടൈപ്പ് പാക്കേജിങ് ടൈപ്പാണ് ഉള്ളത്, TOയും SOTയും. അതിൽ TO എന്ന് പറയുന്നത് ട്രാൻസിസ്റ്റർ ഔട്ട്ലൈനും മറ്റേത് സ്മോൾ ഔട്ട്ലൈൻ ട്രാൻസിസ്റ്റേഴ്സുമാണ്. ട്രാൻസിസ്റ്റർ ഔട്ട്ലൈൻ പാക്കേജ്. ഓക്കെ. മറ്റേത് സ്മോൾ ഔട്ട്ലൈൻ ട്രാൻസിസ്റ്റർ. അതിൽ 2 പാക്കേജിങ്ങിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതാണ് TO പാക്കേജ്, അതാണ് SOT പാക്കേജ്. അതിൽ ചോദിച്ചിരിക്കുന്ന ഇവിടെ JFET BFW10 എന്ന് പറയുന്നത് ഏത് പാക്കേജിലാണ് എന്നാണ്. അത് BFW10 എന്ന് പറയുന്നത് യൂസ് ചെയ്തിരിക്കുന്നത് T072 പാക്കേജാണ്. ഓപ്ഷൻ എ. അതിൽ കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള പാക്കേജുകളാണ് വേറെ വരച്ചത്. T018 പാക്കേജിലാണ് ഈ ക്യാപ്പ് പോലെ BC107 പോലെയുള്ള സാധനങ്ങളൊക്കെ വരുന്നത്. T092 പാക്കേജാണത്. അപ്പോൾ അങ്ങനെ ഒരുപാട് പാക്കേജസ് ഉണ്ട്. നമുക്കിപ്പോൾ മാനുഫാക്ചറിങ് ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് പാക്കേജിങ് കാണാൻ പറ്റും. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ടേം സ്റ്റാൻഡേർഡ് ഫോർ ട്രയാക്? വാട്ട് ഈസ് ദ ടേം സ്റ്റാൻഡ്സ് ഫോർ ട്രയാക്? ട്രയാക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രയോഡ് ഫോർ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്. അപ്പോൾ അതിൽ ഓപ്ഷൻസ് നോക്കിയേ. ട്രയോഡ് ഫോർ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, ദാ ഓപ്ഷൻ സി, ട്രയോഡ് AC, ട്രയോഡ് ഫോർ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഓക്കെ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരാം. ഓക്കെ. അതിൽ ആ ട്രയാക്ക് എന്നുള്ളതിൽ എന്താണ് ട്രയാക്കിന്റെ ഫുൾ ഫോം എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ്, അതേപോലെ തന്നെ when a triac is on, the current flowing between MT1 and MT2 is known as. ട്രയാക്ക് ഓൺ ആയിരിക്കുന്ന സമയത്ത് MT1 ഉം MT2 നും ഇടയിലുള്ള കറണ്ട് എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ട്രയാക്ക് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതാണ് ട്രയാക്കിൻ്റെ ഒരു സിമ്പിൾ എന്ന് പറയുന്നത്. അതിൽ MT1 ഉണ്ടാവും, MT2 ഉണ്ടാവും. അപ്പോൾ MT1 MT2 ഉണ്ടാവും, പിന്നെ ഇതിനിടയിൽ എന്തുണ്ടാവും? ഗേറ്റും ഉണ്ടാവും. ഓക്കെ. അപ്പോൾ MT1 നും MT2 ഇടയിൽ പോകുന്ന കറണ്ട് ഫ്ലോയിങ്, അതായത് ട്രയാക്ക് ഓൺ ആയിരിക്കുമ്പോൾ MT1 നും MT2 ഇടയിലുള്ള കറണ്ടിനെ നമ്മൾ പറയാം പ്രിൻസിപ്പൽ കറണ്ട് എന്നാണ്. അതേപോലെ ഹോൾഡിംഗ് കറണ്ട് ഉണ്ട്. അതായത് ട്രയാക്ക് ഹോൾഡിംഗ് കറണ്ടിന്റെ മുകളിൽ ഇതിലുണ്ടെങ്കിൽ മാത്രമേ ട്രയാക്ക് ഓൺ ആയിട്ടിരിക്കുള്ളൂ. അപ്പോൾ ഓൺ ആയിട്ടുണ്ടെങ്കിൽ അതിൽ കൂടെ MT1 നും MT2 ഇടയിൽ പോകുന്ന കറണ്ടിനെ നമ്മൾ എന്ത് പറയും? പ്രിൻസിപ്പൽ കറണ്ട് എന്ന് പറയും. ഡെഫിനേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നെക്സ്റ്റ്, ദ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ആനോഡ് ആൻഡ് കാഥോഡ് ഓഫ് SCR ഇൻ ക്വിക്ക് ടെസ്റ്റ് മെത്തേഡ്. അപ്പോൾ ക്വിക്ക് ടെസ്റ്റ് മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ SCRന്റെ ആനോഡും കാഥോഡും ഡിഫറെൻറ്റ് പൊളാരിറ്റീസ് കൊടുത്തിട്ട് നമ്മൾ ബയസ് ചെയ്ത് നോക്കും. അതായത് മൾട്ടിമീറ്റർ എടുത്തിട്ട് പോസിറ്റീവ് ആനോഡിലും മൾട്ടിമീറ്ററിന്റെ നെഗറ്റീവ് കാഥോഡിലും ഫിറ്റ് ചെയ്യും. എന്നിട്ട്
റെസിസ്റ്റൻസ് നോക്കും. അപ്പോൾ റെസിസ്റ്റൻസ് ശരി ആക്ച്വലി അതൊരു ഓപ്പൺ സർക്യൂട്ടായിട്ട് കാണിക്കണം. ഓപ്പൺ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഓപ്പൺ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഓഫേഴ്സ് ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് അല്ലേ? ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുമ്പോഴല്ലേ ഓപ്പൺ സർക്യൂട്ട് ആവുന്നത്, അപ്പോഴല്ലേ അതിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യാണ്ടിരിക്കുള്ളൂ. ഇനി നമ്മൾ മൾട്ടിമീറ്ററിന്റെ പോസിറ്റീവ് നെഗറ്റീവ് എടുത്തിട്ട് തിരിച്ചു കൊടുത്തു നോക്കുക, ആനോഡും കാഥോഡും മാറ്റി കൊടുത്തു നോക്കുക. അപ്പോഴും ഇത് എന്ത് കാണിക്കും? ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് കാണിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യുക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് നമ്മൾ ഗേറ്റിനെയും ആനോഡിനെയും എടുത്ത് പോസിറ്റീവ് കൊടുത്തു, കാഥോഡിന് നെഗറ്റീവ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഡയോഡിന്റെ SCRന്റെ റെസിസ്റ്റൻസ് എന്ത് കാണിക്കും? ലോ റെസിസ്റ്റൻസ് കാണിക്കും. അതാണ് ഡയോഡിന്റെ ടെസ്റ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യുക്ക് ടെസ്റ്റ് മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ആനോഡിലും കാഥോഡിലും മാത്രം മൾട്ടിമീറ്ററിന്റെ ലീഡ്സ് വയ്ക്കും. ഓക്കെ, അപ്പോൾ എന്ത് കാണിക്കും? ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് കാണിക്കും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ്, ഹൗ മെനി സെമി കണ്ടക്ടർ ലെയേഴ്സ് ആർ യൂസ്ഡ് ഇൻ UJT ഫാബ്രിക്കേഷൻ? UJT ഫാബ്രിക്കേഷൻ എന്ന് പറയുന്നത് യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ആണ് അല്ലേ? യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റീരിയൽ അതിൻ്റെ ഉള്ളിൽ വേറൊരു മെറ്റീരിയൽ ഇൻഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ആ ഇൻഡ്യൂസ് ചെയ്ത മെറ്റീരിയൽ ഇപ്പോൾ ഇത് P ഇത് N ആണെങ്കിൽ ദർ വിൽ ബി 3 ടെർമിനൽസ് അല്ലേ? ബേസ് 1, ബേസ് 2, എമിറ്റർ എന്ന് പറഞ്ഞിട്ട് 3 ടെർമിനൽസ് ഉണ്ടാവും. അപ്പോൾ ഈ ലെയേഴ്സ് ചോദിക്കുന്നത് കൂടെ തന്നെ എത്ര ടെർമിനൽ ഡിവൈസ് ആണെന്ന് ചോദിക്കാറുണ്ട്. ട്രാൻസിസ്റ്റർ ഈസ് എ 3 ടെർമിനൽ ഡിവൈസ്, ഡയോഡ് ഈസ് എ 2 ടെർമിനൽ ഡിവൈസ്. അതേപോലെ ഓരോരോ ഡിവൈസുകൾ എത്ര ടെർമിനൽ ആണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടുത്തെ കേസിൽ UJTയുടെ സ്ട്രക്ചർ ഇതാണ്. അപ്പോൾ UJTയിൽ ആക്ച്വലി നിങ്ങൾക്ക് എത്ര ലെയേഴ്സ് കാണാം? ഒരു P ലെയറും ഒരു N ലെയറും അല്ലേ? സോ ഇറ്റ് ഈസ് എ 2 ലെയർ ഡിവൈസ്. ഓപ്ഷൻ ബി. ഓക്കെ, ഒക്കെ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് മോസ്ഫെറ്റ്? മോസ്ഫെറ്റിന്റെ അഡ്വാൻറ്റേജ് കൊടുത്തിരിക്കുന്നതിൽ മോസ്ഫെറ്റിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫാസ്റ്റ് സ്വിച്ചിങ് സ്പീഡാണ്. മോസ്ഫെറ്റ് എന്ന് പറയുന്നത് ഫാസ്റ്റ് ആയിട്ട് സ്വിച്ച് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്. അതാണ് അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, BJT ഈസ് എ കറന്റ് ഡ്രിവൺ ഡിവൈസ് വെയർആസ് IGBT ഈസ് ഡ്രിവൺ ബൈ. IGBT എന്ന് പറയുന്നത് ഇൻസുലേറ്റഡ് ഗേറ്റ് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. അപ്പോൾ ആക്ച്വലി BJT എന്ന് പറയുന്നത് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ആണ്. നമുക്കറിയാം അത് കറണ്ട് വെച്ചിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഡിവൈസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു ട്രാൻസിസ്റ്റർ ഉണ്ടെങ്കിൽ അതിൽ ഒരു ബേസ് ഉണ്ടാവും, ബേസിൽ ഒരു കറണ്ട് ഉണ്ടാവും. ഈ ബേസ് കറണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇതിനെ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ ബേസ് കറണ്ട് അല്ലെങ്കിൽ ബേസിൽ കൊടുക്കുന്ന കറണ്ട് ഡ്രൈവ് ചെയ്യുന്ന കറണ്ട് ഡ്രിവൺ ഡിവൈസ് ആണ് ഇത് BJT എന്ന് പറയുന്നത്. പക്ഷേ IGBT എന്ന് പറയുന്നത് ഇൻസുലേറ്റഡ് ഗേറ്റ് ബൈപോളാർ ട്രാൻസിസ്റ്റർ ആണ്. അപ്പോൾ ആക്ച്വലി ബേസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെർമിനലാണ് ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗേറ്റ് ഇൻസുലേറ്റഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇൻസുലേഷൻ വരിക എന്നാണ് അർത്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേറ്റ് ടെർമിനലിന് അടുത്ത ഡിവൈസിലേക്ക് എന്തുണ്ടാവില്ല? കണ്ടക്ഷൻ ഉണ്ടാവില്ല. ഇവിടെ ഒരു ഇൻസുലേഷൻ വരും. ഇൻസുലേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ അതിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമോ? ഇല്ല. അപ്പോൾ കറണ്ട് വെച്ച് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കറണ്ട് ഫ്ലോ ചെയ്യില്ലെങ്കിൽ പിന്നെ കറണ്ട് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് ഏത് തരത്തിലുള്ള ഡിവൈസ് ആയിരിക്കും? വോൾട്ടേജ് കൺട്രോൾ ഡിവൈസ് ആയിരിക്കും. വോൾട്ടേജ് കൺട്രോൾ ഡിവൈസിന് നമ്മൾ എവിടെയാണ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുക? ഗേറ്റിൽ. സോ ഇറ്റ് ഈസ് ഡ്രിവൺ ബൈ ഗേറ്റ് വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ട്രേഡ്സ്മാൻ്റെ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ സെക്കൻഡ് മൊഡ്യൂളിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ബാക്കി തേർഡ് മൊഡ്യൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നെക്സ്റ്റ് സെഷനിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.